See, in the previous videos, we have studied about data encoding and data inputting and all these things. See, when we input data or when we encode the data that we have inputted, what happens is that there can be a lot of errors that can occur. There can be a lot of anomalies that can occur. So these errors and anomalies that occur when we input or encode data can lead to loss of quality in the data. അതായത് ഈ എറേഴ്സും അനോമലീസും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഡേറ്റയുടെ ക്വാളിറ്റി വളരെയധികം കുറയും. അപ്പോൾ ഈ ക്വാളിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ, ക്വാളിറ്റിയൊക്കെ കൂട്ടാൻ അല്ലെങ്കിൽ നന്നാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡിന് പറയുന്ന പേരാണ് ഡേറ്റ എഡിറ്റിംഗ്. ഡേറ്റ എഡിറ്റിങ്ങിന് പറയുന്ന മറ്റൊരു പേരാണ് ഡേറ്റ ക്ലീനിങ്. സോ എഡിറ്റിങ്ങിൻ്റെ മറ്റൊരു പേരാണ് ഡേറ്റ ക്ലീനിങ് എന്ന് പറയുന്നത്. വി ക്യാൻ സീ ദിസ് ഇസ് ഡേറ്റ എഡിറ്റിംഗ് ഓർ ഡേറ്റ ക്ലീനിങ്. അപ്പോൾ ഇങ്ങനെയുള്ള ഡേറ്റ എഡിറ്റിങ്ങിനകത്ത് മെയിനായിട്ട് വി ഹാവ് ഗോട്ട് 4 steps ഇൻ ദിസ്. ദ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിറ്റക്ഷൻ ആൻഡ് കറക്ഷൻ ഓഫ് എറേഴ്സ്. അതായത് നമ്മളുടെ ഡേറ്റയിലുള്ള എറേഴ്സിനെ ഡിറ്റക്റ്റ് ചെയ്യുക, ആ എറേഴ്സിനെ കറക്റ്റ് ചെയ്യുക. Then we have projection or reprojection, transformation and generalization. Okay, that is the second step. Okay, reprojection, transformation and generalization. Then we have got edge matching and rubber sheeting. Then we have geocoding address data. So these are the steps that we deal with during data cleaning. So the first one is called detection and correction of errors. So that is, we have to detect and correct the errors that are present in the data. Okay, so these errors, അതായത് ഈ പറയുന്ന errors can occur in വേരിയസ് പാർട്സ് ഓഫ് ദ ഡേറ്റ. നമ്മുടെ ഡേറ്റയിലെ പല പാർട്സിനകത്ത് നമുക്ക് ഈ എറേഴ്സ് വരും. ഇറ്റ് ക്യാൻ ബി ഇൻ ദ എറേഴ്സ് ഇൻ ആട്രിബ്യൂട്ട് ഡേറ്റ, അതായത് നമ്മുടെ ആട്രിബ്യൂട്ട്സിലുള്ള എറേഴ്സ്. ഉദാഹരണത്തിന് നമ്മളുടെ ഒരു ഹോട്ടലിനെ നമ്മൾ ഒരു കഫേ ആയിട്ട് നമ്മൾ അതിനകത്ത് നമ്മൾ ഡെപ്പിക്റ്റ് ചെയ്തു എന്നിരിക്കട്ടെ. അതായത് നമ്മുടെ മാപ്പിനകത്ത് ശരിക്കും അതൊരു ഹോട്ടലാണ്, ഹോട്ടലിന് പകരം ആ ഹോട്ടലിനെ കഫേ എന്ന പേരിലാണ് നമ്മൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വി കോൾ ഇറ്റ് ആസ് എൻ ആട്രിബ്യൂട്ട് എറർ. Then we have data in spatial ഡേറ്റയിലുള്ള എറേഴ്സ് ഉണ്ടാവും. ദാറ്റ് ഈസ് എറേഴ്സ് ഇൻ ദ സ്പേഷ്യൽ ഡേറ്റ. അതായത് നമ്മളുടെ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ലൊക്കേഷൻ, ആ ലൊക്കേഷൻ തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു റെയിൽവേ ലൈനെ നമ്മൾ തെറ്റായിട്ട് റോഡ് വേ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഇപ്പം റെയിൽവേയുടെ സിമ്പൽ എന്ന് പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ നമ്മൾ അതിന് വരെ സ്ട്രെയിറ്റ് ലൈനാണ് കൊടുത്തിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് എറർ ഇൻ സ്പേഷ്യൽ ഡേറ്റ. സ്പേഷ്യൽ ഡേറ്റയിലുള്ള എറർ ഉണ്ടാവാം. പിന്നെ അത് കഴിഞ്ഞിട്ട് എറർ ക്യാൻ ഒക്കർ ഇൻ റാസ്റ്റർ ഡേറ്റ. റാസ്റ്റർ ഡേറ്റ റെപ്രസെൻറ്റേഷനിലുള്ള എറർ, അതായത് ഇപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രിഡ് എങ്കിൽ നമ്മൾ ഇവിടെ ഒരു ഷെയ്ഡ് ചെയ്യേണ്ടതിന് പകരം നമ്മൾ കൊണ്ടുപോയിട്ട് ഇവിടെ കൊണ്ടുപോയിട്ട് ഷെയ്ഡ് ചെയ്യുന്നു. അത് ക്യാൻ ബി റാസ്റ്റർ ഡേറ്റയിലുള്ള എറർ. ഓർ എറർ ക്യാൻ ഒക്കർ ഇൻ വെക്ടർ ഡേറ്റ. ഇത്തരം എറേഴ്സൊക്കെ ഉണ്ടാവും. ഇതിനകത്ത് നമുക്ക് ആട്രിബ്യൂട്ട് എറർ എന്ന് പറയുന്ന സംഭവം, അതായത് ആട്രിബ്യൂട്ട്സിലുണ്ടാവുന്ന എറേഴ്സ് ദേ ആർ ഈസിയർ ടു കറക്റ്റ്. കുറച്ചും കൂടെ എളുപ്പമാണ് അതിനെയൊക്കെ കറക്റ്റ് ചെയ്യാൻ. പക്ഷേ അതേസമയം സ്പേഷ്യൽ ഡേറ്റ എററും റാസ്റ്റർ ഡേറ്റ എററും കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ് കണ്ടുപിടിക്കാനും കറക്റ്റ് ചെയ്യാനും. ഓക്കെ, ഈ എറേഴ്സ് എന്തുകൊണ്ടൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്? ദ റീസൺസ് ഫോർ ഒക്കറിങ് ഓഫ് ദീസ് എറേഴ്സ്. ഈ എററുകൾ ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ, അല്ലെങ്കിൽ ഈ എറേഴ്സിനെയൊക്കെ എങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ, എങ്ങനെ ഈ എറേഴ്സിനെയൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം, റീസൺസ് അല്ലെങ്കിൽ ഐഡൻറ്റിഫിക്കേഷൻ മെത്തേഡ്സ്, എങ്ങനെയൊക്കെ നമുക്ക് ഈ എറേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ദേ ക്യാൻ ഒക്കർ ഇമ്പോസിബിൾ വാല്യൂസ്. അതായത് ഒട്ടും സാധ്യതയില്ലാത്ത വാല്യൂസ് നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ റെയിൻഫോൾ എന്ന് പറയുന്നത് നെഗറ്റീവ് നമ്പറിൽ നമ്മൾ കൊടുത്തു എന്നിരിക്കട്ടെ. റെയിൻഫോൾ ഒരിക്കലും നെഗറ്റീവ് ആവാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അതാണ് ഇമ്പോസിബിൾ വാല്യൂസ് എന്ന് പറയുന്നത്. രണ്ടാമത്തേതെന്ന് പറയുന്നത് ദെയർ ക്യാൻ ഒക്കർ എക്സ്ട്രീം വാല്യൂസ്.
ഒരു ഭയങ്കര വലിയൊരു വാല്യൂ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പറയുവാണ് ഒരു ഹോട്ടലിൽ 2000 റൂമെന്ന് പറയും. ഇത് ഉണ്ടാവാൻ വളരെ സാധ്യത കുറവാണ്. ഉണ്ടാവാം, പക്ഷെ അങ്ങനത്തെ ഹോട്ടലൊന്നും ഉണ്ടാവാൻ വളരെ കുറവാണ് അല്ലേ. അപ്പോൾ ഇത് ഒരു പക്ഷേ 200 ആയിരിക്കും. അതാണ് തെറ്റി 2000 എന്ന് പറയുന്ന രീതിയിൽ നമ്മൾക്ക് ഡെപ്പിക്റ്റ് ചെയ്തത്. ഓക്കെ, ദെൻ ദർ ക്യാൻ ബി ലാക്ക് ഓഫ് ഇൻറ്റേർണൽ കൺസിസ്റ്റൻസി. ഇൻറ്റേർണൽ കൺസിസ്റ്റൻസി ഇല്ലാത്തൊരു ഡേറ്റ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഫുൾ ഡേറ്റയുടെ ഒരു മീനൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിപ്പോൾ 13.5 ആണെങ്കിൽ നമ്മുടെ ഒരു വാല്യൂ എന്ന് പറയുന്നത് 200 ആണെങ്കിൽ, ഇപ്പം സപ്പോസ് നമ്മുടെ ഒരു റെയിൻഫോളിൻ്റെ ആവറേജ് എടുക്കുകയെന്ന് വെച്ചോ. റെയിൻഫോൾ ആവറേജ് എടുക്കുമ്പം അത് 13.5 ആണ്. പക്ഷേ പർട്ടിക്കുലർ ഒരു റെയിൻഫോളിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 200 ആണ്. അതൊരു അനോമലിയാണ് അല്ലേ. അപ്പോൾ ഇൻറ്റേർണൽ കൺസിസ്റ്റൻസി ഇല്ലാത്ത വാല്യൂസിനെ നമുക്ക് എറേഴ്സ് ആയിട്ട് കണ്ടുപിടിക്കാൻ നോക്കും. അടുത്തതെന്ന് പറയുന്നത് വി ക്യാൻ പ്ലോട്ട് സ്കാറ്റർഗ്രാംസ്. സോ സ്കാറ്റർഗ്രാംസ് എന്തുവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് 2 വാല്യൂസ്, 2-3 വേരിയബിൾസ് ഉള്ള വാല്യൂസിലായിരിക്കും. അതിനകത്ത് ഒരു വേരിയബിൾ എന്ന് പറയുന്നത് മറ്റൊരു വേരിയബിളിനെ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. സോ വി യൂസ് സ്കാറ്റർഗ്രാംസ് വെൻ വി ഹാവ് 2 or more variables, 2 or 3 variables where a variable is dependent on the other variable. One variable is actually dependent on the other variable. അതായത് ഇപ്പോൾ നമുക്കൊരു XY കോർഡിനേറ്റ് ആയിട്ട് ഇതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. XY കോർഡിനേറ്റ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യും. സേ എക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിപ്പെൻഡൻ്റ് ഓൺ വൈ എന്ന് വിചാരിക്കുക. എക്സ് എന്ന് പറയുന്ന വാല്യൂ ഇറ്റ് ഈസ് ഡിപ്പെൻഡൻ്റ് ഓൺ വൈ. ദെൻ ഇഫ് യു കൺസ്ട്രക്ട് ഓർ ഇഫ് യു പ്ലോട്ട് ദ വാല്യൂസ്, ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ യു ക്യാൻ ആക്ച്വലി പ്ലോട്ട് എ ഗ്രാഫ് ഹിയർ, റൈറ്റ്. അപ്പോൾ നമ്മുടെ ഒരു പർട്ടിക്കുലർ വാല്യൂ ഇവിടെ വന്നു. അപ്പം നമുക്കിതിനെ പോയിൻ്റ് ഔട്ട് ചെയ്യാം, ദിസ് ഇസ് ആൻ അനോമലി. അതായത് നമ്മൾ റിഗ്രഷൻ ഉപയോഗിച്ച് നമുക്ക് ഈ അനോമലിയെ പോയിൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റും. അതിനെ നമുക്കൊരു എററായിട്ട് കണ്ടെത്താൻ പറ്റും. സോ ദാറ്റ് ഈസ് ഹൗ വി യൂസ് സ്കാറ്റർഗ്രാംസ് ടു ഡിറ്റക്ട് ദി എറേഴ്സ് in data. So that is how we find or identify and correct errors. പലപ്പോഴും നമ്മൾ ഈ എറേഴ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ മിക്കപ്പോഴും അതിനെ റിമൂവ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ വി ട്രൈ ടു കറക്റ്റ് ദീസ് എറേഴ്സ്. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് വി ഡു വിത്ത് എറേഴ്സ്. ഓക്കെ, ഇതിനകത്ത് ഏറ്റവും എളുപ്പം കറക്റ്റ് ചെയ്യാനുള്ളത് ആട്രിബ്യൂട്ട് എറേഴ്സാണ്. സ്പേഷ്യൽ ഡേറ്റ എറേഴ്സ് കുറേ കൂടിയൊക്കെ ബുദ്ധിമുട്ടായിരിക്കും കണ്ടുപിടിക്കാനും കറക്റ്റ് ചെയ്യാനും. ഓക്കെ, നെക്സ്റ്റ് വി വിൽ ഗോ ഫോർ റീപ്രൊജക്ഷൻ. സെക്കൻഡ് വൺ ഇസ് റീപ്രൊജക്ഷൻ, ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ജനറലൈസേഷൻ. അതായത് നമ്മൾ ഒരു ഡേറ്റയെ അല്ലെങ്കിൽ ഒരു മാപ്പിനെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നത് പല പല ടെക്നിക്ക് ഉപയോഗിച്ചിട്ടായിരിക്കും. നമ്മൾ നേരത്തെ പഠിച്ചു, വി ഹാവ് മെനി മെത്തേഡ്സ് ഫോർ പ്രൊജക്ഷൻ. വി ഹാവ് സിലിണ്ട്രിക്കൽ പ്രൊജക്ഷൻ, വി ഹാവ് അസിമെട്രൽ പ്രൊജക്ഷൻ, വി ഹാവ് കോണിക്കൽ പ്രൊജക്ഷൻ. ഇങ്ങനെ പല പല പ്രൊജക്ഷൻ ടെക്നിക്ക് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ഈ ഡേറ്റയൊക്കെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രൊജക്റ്റ് ചെയ്യുന്ന ഡേറ്റയ്ക്ക് തമ്മിൽ ഒരു ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. അതായത് ഇപ്പോൾ നമ്മൾ ഇന്ത്യയുടെ മാപ്പ് തന്നെ പല പല പ്രൊജക്ഷനിൽ നമ്മൾ സെയിം മാപ്പിനെ റെപ്രസെൻ്റ് ചെയ്യുകയെന്ന് വെച്ചു. ഇപ്പം ഇതാണ് ഇന്ത്യയുടെ മാപ്പ് എന്ന് വെച്ചു. ഇപ്പോൾ ഇത് ഒരു മാപ്പിൽ ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. അടുത്ത മാപ്പ് നമ്മൾ ഡ്രോ ചെയ്യുമ്പം ചിലപ്പോൾ അത് ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, ഇനി വേറൊരു മാപ്പ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് അത് ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഈ 3 ഡേറ്റയും തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്, കണ്ടില്ലേ? അപ്പോൾ അതാണ് പ്രൊജക്ഷനകത്തുള്ള ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. ദർ ക്യാൻ ബി ലിറ്റിൽ പ്രോബ്ലംസ്, ഓക്കെ, വെൻ വി യൂസ് ദ ഡിഫറെൻറ്റ് പ്രൊജക്ഷൻ ടെക്നിക്സ്. അതായത് ഒരു സെയിം പ്ലെയിനിൽ നമുക്ക് ഒരു സെയിം ലൊക്കേഷനിൽ നമുക്ക് സെയിം സംഭവങ്ങളെ പ്രൊജക്റ്റ് ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. Okay, so what we have to do is that we have to kind of integrate all this data together. Okay, we have to kind of integrate the data together. നമ്മൾ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ ഡേറ്റയൊക്കെ ഒരുപോലെ ആക്കിയിട്ട് then we should try to reproject it. Okay, this can be done in many ways. The first one is by using transformation. ട്രാൻസ്ഫോർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിലുള്ള ഡേറ്റയെ പല പല കോർഡിനേറ്റ് സിസ്റ്റത്തിലായിരിക്കും നമ്മളുടെ പല പല സോഴ്സിൽ നിന്ന് എടുക്കുന്ന ഡേറ്റ ഉള്ളത്. ഓക്കെ,
അപ്പോൾ നമ്മൾ എന്തോ ചെയ്യണമെന്ന് വെച്ചാൽ വി ക്യാൻ യൂസ് സം ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ്. ദിസ് ഈസ് സംതിങ് ദാറ്റ് വി ഹാവ് ലേൺഡ് ഇൻ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ്. ഓക്കെ, അതായത് മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ചില ട്രാൻസ്ഫോർമേഷൻസ്, മെട്രിക്സ് ട്രാൻസ്ഫോർമേഷൻസ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഈ പറയുന്ന ഡേറ്റ ഇതിനെ കുറച്ചും കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. So what are the transformation techniques that can use? The first one is called a translation and scaling. ട്രാൻസ്ലേഷൻ ആൻഡ് സ്കെയിലിംഗ്. ട്രാൻസ്ലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ വാല്യൂ, ഒരു പർട്ടിക്കുലർ കോൺസ്റ്റൻറ്റ് വാല്യൂ, സേ എക്സ് കൊണ്ട് നമ്മൾ ആഡ് ചെയ്യുകയെന്ന് വെച്ചു. അതായത് ഇപ്പം നമ്മുടെ കിട്ടിയ ഒരു കോർഡിനേറ്റ് എന്ന് പറയുന്നത് 10,20 ആണെന്ന് വെച്ചു. സംടൈംസ് വി ആഡ് x1 ആൻഡ് y1 to all these coordinates, like 10 plus x1, 20 plus x2. ഇതായിരിക്കും നമ്മൾ ട്രാൻസ്ലേഷനിൽ ഉപയോഗിക്കുന്നത്. നേരെ മറിച്ച് സ്കെയിലിങ്ങിൽ നമ്മൾ എന്തോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതായത് 10 ഇൻറ്റു x1 പ്ലസ് 20 ഇൻറ്റു x2, ഇങ്ങനെ നമ്മൾ സ്കെയിൽ ചെയ്യും. ദിസ് ഈസ് കോൾഡ് സ്കെയിലിംഗ്. ആൻഡ് ദി അതർ വൺ ഈസ് കോൾഡ് ട്രാൻസ്ലേഷൻ. സോ വി യൂസ് ടു ടെക്നിക്സ്, ട്രാൻസ്ലേഷൻ ഓർ സ്കെയിലിംഗ്. ദെൻ we can create a common origin. Okay, we can create a common origin. അത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് ടു ഡേറ്റാ സെറ്റ്സ് യൂസ് ദ സെയിം കോർഡിനേറ്റ് റെസൊല്യൂഷൻ ബട്ട് ദേ ഡു നോട്ട് ഷെയർ ദ സെയിം ഒറിജിൻ, then what we do is that then the origin of one of the data set is actually shifted in line with the other സിംപ്ലി ബൈ ആഡിങ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടു ഒറിജിൻസ്. അതായത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ലൈൻ ഉണ്ടെന്ന് വിചാരിക്കുക, നമ്മുടെ മാപ്പിൽ ഒരു ലൈനാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ലൈന് നമുക്ക് വി ഹാവ് ദ സെയിം കോർഡിനേറ്റ് റെസൊല്യൂഷൻസ്. അത് ഈ കോർഡിനേറ്റ് റെസൊല്യൂഷൻ സെയിം ആയിരിക്കും, പക്ഷേ ഇതിൻ്റെ ഒറിജിൻ വ്യത്യാസമായിരിക്കും. അതായത് ഇപ്പോൾ അടുത്ത ലൈൻ എന്ന് പറയുന്നത് ചിലപ്പോൾ വരച്ചേക്കുന്നത് ഇവിടെ ആയിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും വരച്ചേക്കുന്നതെന്ന് ആയിരിക്കും, ശകലം ചരിച്ച്. ഓക്കെ, ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്തോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വി കൈൻഡ് ഓഫ് ട്രൈ ടു ഷിഫ്റ്റ് ദ കോർഡിനേറ്റ് റെസൊല്യൂഷൻ. ഓക്കെ, ഒറിജിനെ നമ്മളൊന്ന് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കും. അതായത് ഇപ്പോൾ ഇതിപ്പോൾ x1, y1 ഇതിപ്പോൾ x2, y2 ആണെന്ന് വെച്ചോളൂ. നമ്മൾ x2 മൈനസ് x1 എന്ന് പറയുന്ന ഒരു വാല്യൂ കാണുമല്ലോ, ലെറ്റ് ടേക്ക് ദാറ്റ് as dx. ആൻഡ് y2 മൈനസ് y1 എന്ന് പറയുന്ന ഒരു വാല്യൂ കാണുമല്ലോ, ലെറ്റ്സ് ടേക്ക് ദാറ്റ് as dy. നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഏതാണ് ചെറിയ വാല്യൂ, ഇതിൽ ഒന്നിൻ്റെ കൂടെ ആ വാല്യൂ കൂട്ടിക്കൊടുക്കും. അതായത് x1നെ നമ്മൾ മാറ്റിയിട്ട് x1 പ്ലസ് dx, y2 പ്ലസ് dy എന്ന് പറഞ്ഞൊരു പുതിയ കോർഡിനേറ്റിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, അതാണ്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ ഒറിജിൻ നമ്മളങ്ങ് സെയിം ആക്കും. ഈ ഫസ്റ്റ് ഒറിജിൻ്റെ കൂട്ടത്തിലാക്കും സെക്കൻഡ് ഒറിജിൻ. അപ്പോൾ ഇതെന്ത് പറ്റും, സെയിം ആയിട്ട് വരും. സോ ദിസ് ഈസ് വാട്ട് വി കോൾ ആസ് ക്രിയേറ്റിംഗ് എ സെയിം ഒറിജിൻ. ഓക്കെ, അതാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത്. വി കൈൻഡ് ഓഫ് ക്രിയേറ്റ് ദ സെയിം ഒറിജിൻ. അപ്പോൾ എന്ത് പറ്റും, ഓക്കെ, വി ക്യാൻ ആക്ച്വലി ബ്രിങ് അബൌട്ട് എ ബെറ്റർ കൈൻഡ് ഓഫ് ഒരു കുറച്ചും കൂടെ ഒരു കോർഡിനേഷൻ, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു നോർമലൈസ്ഡ് പ്രൊജക്ഷൻ നമുക്ക് കിട്ടും. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വി യൂസ് റൊട്ടേഷൻ. റൊട്ടേഷൻ എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ വി കൈൻഡ് ഓഫ് റൊട്ടേറ്റ് ദിസ്. അതായത് നമ്മളുടെ കയ്യിലിപ്പോൾ 2-3 ഫിഗർ ഉണ്ടെന്ന് വിചാരിക്കാം. ഇതൊരു ഫിഗർ, വി ഹാവ് എൻ അതർ സിമിലർ ഫിഗർ. നമുക്ക് ഇങ്ങനത്തെ ഒരു ഫിഗറാണെന്ന് വെച്ചോളൂ. ദെൻ വി ഹാവ് ആൻ അതർ. അപ്പം ഈ 2 ഫിഗർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരെണ്ണത്തിന് നമ്മൾ ചെറുതായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ഇത് ഏകദേശം നമുക്ക് ദാണ്ടേ ഈ മെറ്റതും ഇതിൻ്റെ മുകളിൽ തന്നെ വരും. മുഴുവനായിട്ടില്ലെങ്കിലും കുറച്ചൊക്കെ നമുക്ക് സെയിം ആയിട്ട് വരും. അതായത് നമ്മൾ ജസ്റ്റ് വി ട്രൈ ടു ടിൽട്ട് ഇറ്റ് എ ലിറ്റിൽ. അപ്പം നമുക്ക് ഇത് ഏകദേശം സെയിം ആയിട്ട് വരും. ഇങ്ങനെയാണ് വി കൈൻഡ് ഓഫ് യൂസ് ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രാൻസ്ഫോർമേഷൻ ആൻഡ് സ്കെയിലിംഗ് ആൻഡ് റൊട്ടേഷൻ വി യൂസ് ഇൻ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ്, റൈറ്റ്? സിമിലർ ടെക്നിക്കാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. വൈ വി ആർ ഡൂയിങ് ഇറ്റ്, വി ആർ ട്രൈങ് ടു create a kind of similarity in the two projections. Now that is called as reprojection. അതാണ് അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് reprojection, transformation and generalization. So generalization is another technique. We kind of try to generalize all the coordinates in it. Okay, so that is what generalization is. Next we have something called edge matching. Edge matching
ആൻഡ് റബ്ബർ ഷീറ്റിംഗ്. അതായത് ഇതും ഏകദേശം സെയിം സംഭവം തന്നെയാണ്. അതായത് വെൻ വി ട്രൈ ടു ടേക്ക് മാപ്സ് ടുഗെദർ, അതായത് നമ്മൾ ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏരിയയുടെ ഒരു മാപ്പ് ഉണ്ടാവും, അതിനോട് ചേർന്ന് കിടക്കുന്ന അടുത്തൊരു ഏരിയയുടെ മാപ്പ് ഉണ്ടാവും. നമ്മൾ ഈ രണ്ട് മാപ്പും കൂടെ ഒരുമിച്ചാക്കുവാന്ന് വെച്ചോളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് ഇന്ത്യയുടെ മാപ്പാണ് ഇവിടെ വരെ. ദെൻ വി ഹാവ് സംതിങ് ലൈക്ക് പാകിസ്ഥാൻ്റെ മാപ്പ് ഉണ്ടാവും ഇവിടെ. സോ ഇത് രണ്ടും രണ്ട് സിസ്റ്റത്തിൽ ഉണ്ടാക്കിയ മാപ്പായിരിക്കും. So when we try to combine them together, there is something called as edge matching that can happen. Edge matching il endo sambhavikkunnu vechu you can see how the edges are not really common. We don't really have same edges. Okay. Why? Because each of these map sheets are actually digitized separately. Then we join adjacent sheet. What will happen? There can be edge problems. Then we kind of try to resolve this using edge matching. Edge matching il nammal endo cheyyunnennu vechu kanyal we have 3 steps. Then first what we will do is that we kind of try to mismatch the boundaries. We kind of first we will match the boundaries. ആദ്യം നമ്മൾ ബൗണ്ടറീസ് അലൈൻ ആക്കാൻ നോക്കും. അതായത് ഇവിടെ നിന്നിട്ട് ഇങ്ങോട്ടുള്ള ലൈൻ നമ്മൾ കറക്റ്റ് ആക്കും. Then what we do, we kind of try to join the lines. അതായത് ക്രോസ് ചെയ്ത് പോകുന്ന ലൈൻസിനെ നമ്മൾ ജോയിൻ ചെയ്യാൻ നോക്കും. Then what we will be doing is that we will rebuild the topology. Okay, first what we are doing, we kind of resolve the boundaries. Then we will rebuild the topology. And then what we are doing, we are actually deleting or dissolving the reductant map sheet boundary lines. അതായത് വീണ്ടും വീണ്ടും വരുന്ന റിഡൻഡൻ്റ് ആയിട്ട് വരുന്ന മാച്ച് ബൗണ്ടറീസിനെ we will delete. Redundant lines are deleted or resolved. Okay, this is called what edge matching. Edge matching il nammal aadyam endha cheyyunnathu, we try to resolve the boundaries. Then we will rebuild the topology. Then what we do, we will delete or dissolve the redundant lines. Redundant ആയിട്ട് വരുന്ന ലൈൻസിനെ നമ്മൾ റിസോൾവ് ചെയ്യുകയോ ഡിലീറ്റ് ചെയ്യുകയോ ചെയ്യും. ഇനി ഇതിൻ്റെ മറ്റൊരു ടെക്നിക്കാണ്, ഇറ്റ് ഈസ് കോൾഡ് എസ് റബ്ബർ ഷീറ്റിംഗ്. ഓക്കെ, we have 2 technologies. First one is edge matching, second one is rubber sheeting. Rubber sheeting il nammal endo cheyyunnennu vechu kanyal, suppose this map is actually drawn on top of a rubber sheet. ഒരു റബ്ബർ ഷീറ്റിൻ്റെ മുകളിലാണ് നമ്മൾ ഈ മാപ്പ് ഡ്രോ ചെയ്യുന്നത് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനെ രണ്ടിനെ ഒരുമിച്ചാക്കാൻ നമ്മൾ എന്ത് ചെയ്യും? വി ആക്ച്വലി കൈൻഡ് ഓഫ് സ്ട്രെച്ച് ഇറ്റ്, ഒന്ന് വലിച്ചു കൊടുക്കും അല്ലേ. അപ്പോൾ വലിച്ചു കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം എന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ സപ്പോസ് ദിസ് ഈസ് അവർ മാപ്പ്. ഓക്കെ, വി ഹാവ് ദ ഫസ്റ്റ് മാപ്പ് ഡ്രോൺ ലൈക്ക് ദിസ് ആൻഡ് വി ഹാവ് ഗോട്ട് എ സെക്കൻഡ് മാപ്പ് ഡ്രോൺ സംവാട്ട് ലൈക്ക് ദിസ്. നൗ വി ആർ ഗോയിങ് ടു സ്ട്രെസ് ദിസ്. അതിനു മുമ്പ് വാട്ട് വി ആർ ഗോയിങ് ടു ഡു ഇസ് ദാറ്റ് വി കൈൻഡ് ഓഫ് ട്രാക്ക് ഡൗൺ ദ ഒബ്ജക്ട്സ് ഓൺ ദ മാപ്പ് ദാറ്റ് ആർ ആക്യുറേറ്റ്ലി പ്ലേസ്ഡ്. ഈ മാപ്പിനകത്ത് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്ന 1-2 ഒബ്ജക്റ്റിനെ നമ്മൾ ട്രാക്ക് ഡൗൺ ചെയ്യും. അതായത് ഇപ്പം ഇതിനകത്ത് രണ്ടിനകത്തും കോമൺ ആയിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്ത് വരുന്ന 1-2 പോയിൻറ്റ്സ് ഉണ്ടല്ലോ, ദേ ആർ ആക്ച്വലി കറക്റ്റ്ലി ട്രാക്ക് ഡൗൺ അല്ലേ. അത് കറക്റ്റായിട്ട് നമ്മൾ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന പോയിൻറ്റ്സ് ആയിരിക്കും അത്. ആ പോയിൻറ്റ്സിനെ നമ്മൾ ട്രാക്ക് ഡൗൺ ചെയ്യും. ഓക്കെ, അപ്പോൾ ആ പോയിൻറ്റ്സിനെ നമ്മൾ ട്രാക്ക് ഡൗൺ ചെയ്തതിന് ശേഷം വാട്ട് വി വിൽ ട്രൈ ടു ഡു ഇസ് ദാറ്റ് ഓക്കെ ദെയർ കോർഡിനേറ്റ്സ് വി കൈൻഡ് ഓഫ് സ്ട്രെച്ച് ദ ഗ്രാഫ്. അതായത് ഈ ഗ്രാഫിനെ ഇങ്ങോട്ട് മാറ്റും, ഇതിനെ ഇങ്ങോട്ട് നീക്കും. സോ വി കൈൻഡ് ഓഫ് സ്ട്രെച്ച് ഇറ്റ്. ഓക്കെ, വി കൈൻഡ് ഓഫ് റബ്ബർ ഷീറ്റ് ഇറ്റ്. Okay, that is what we call as rubber sheeting. Okay, so that is the second method of doing it. So we have edge matching and rubber sheeting. Edge matching il nammal endha cheyyunnathu boundariesനെയാണ് നമ്മൾ
ഡിസോൾവ് ചെയ്യുന്നത്. അതേസമയം റബ്ബർ ഷീറ്റിങ്ങിനകത്ത് എന്തോ ചെയ്യുന്നത്, വി കൈൻഡ് ഓഫ് ട്രൈ ടു റിസോൾവ് ദി ഏരിയാസ്. ഓക്കെ, ദാറ്റ് ഇസ് ദ ബേസിക് ഡിഫറൻസ്. നെക്സ്റ്റ് ഇസ് ജിയോ കോഡിങ്. സോ നമ്മളുടെ മെയിൻ സ്റ്റെപ്സ് എന്തൊക്കെയായിരുന്നു? വി ഹാവ് ഡിറ്റർമിനിങ് ആൻഡ് കറക്റ്റിംഗ്, ഡിറ്റക്റ്റിംഗ് ആൻഡ് കറക്റ്റിംഗ് എറേഴ്സ്, റീപ്രൊജക്ഷൻ, ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ജനറലൈസേഷൻ, ദെൻ എഡ്ജ് മാച്ചിങ് ആൻഡ് റബ്ബർ ഷീറ്റിംഗ്. ദ ഫൈനൽ സ്റ്റെപ്പ് ഇസ് കോൾഡ് ജിയോ കോഡിങ്. ഈ ജിയോ കോഡിങ്ങിൽ നമ്മൾ ചെയ്യുന്നത് എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ, വി കൈൻഡ് ഓഫ് ജിയോ കോഡ് ദി അഡ്രസ്. ഓക്കെ, ഓർ ജിയോ കോഡിങ് ഈസ് ഓൾസോ കോൾഡ് as അഡ്രസ് മാച്ചിങ്. Geocoding is also called address matching. അഡ്രസ് മാച്ചിങ്ങിനകത്ത് നമ്മൾ ചെയ്യുന്ന എന്തുവെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ആക്ച്വലി ഇസ് ദ പ്രോസസ് ഓഫ് കൺവേർട്ടിങ് ആൻ അഡ്രസ് ഇൻ ടു എ പോയിന്റ് ലൊക്കേഷൻ. ഒരു അഡ്രസ്സിനെ ഒരു പോയിന്റ് ലൊക്കേഷനിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുവാണ് എന്ത് ജിയോ കോഡിങ്ങിൽ ചെയ്യുന്നത്. ഈ ജിയോ കോഡിങ് വളരെ യൂസ്ഫുൾ ആണ്. എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് യു ഹാവ് ടു ഫൈൻഡ് ഒരു ഹോട്ടലിനെ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഹോട്ടലിനെ നമ്മൾ കണ്ടുപിടിക്കുക, നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ആ ഹോട്ടലിന് നമുക്കൊരു അഡ്രസ്സ് ഉണ്ടാകും. ആ അഡ്രസ്സിനെ നമ്മൾ ജിയോ കോഡ് ചെയ്യും. ഓർ ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു ലൊക്കേറ്റ് ആൻ ഇൻസിഡൻറ്റ് ഇൻ എ സ്ട്രീറ്റ്. ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി എന്ന് വിചാരിക്കുക. അപ്പോൾ ആക്സിഡൻറ്റ് ഉണ്ടായെങ്കിൽ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ലൊക്കേഷൻ നമുക്ക് നമ്മുടെ മാപ്പിനകത്ത് കോഡ് ചെയ്യേണ്ടി വരും. സോ ദാറ്റ് ഈസ് ജിയോ കോഡിങ്. ഇനി വളരെ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് യു യൂസ് GPS, യു ക്യാൻ സീ ദാറ്റ് ഇൻ GPS യു ഹാവ് സംതിങ് ലൈക്ക് സെറ്റ് ഹോം, അല്ലെങ്കിൽ ടേക്ക് മീ ബാക്ക് ടു ഹോം എന്നൊക്കെ പറഞ്ഞ ലൊക്കേഷൻ കാണും. അവിടെ നിങ്ങൾ എന്തോ ചെയ്യുന്നത്, യു ആർ ആക്ച്വലി ഐഡൻറ്റിഫൈയിങ് എ പൊസിഷൻ ആസ് യുവർ ഹോം, റൈറ്റ്? ദാറ്റ് ഈസ് കോൾഡ് ജിയോ കോഡിങ്. അപ്പോൾ നമ്മൾ എന്തോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വി ആക്ച്വലി അഡ്രസ് മാച്ച് we kind of match the address. So how we do that? So address matching is actually the process of geocoding street address to street networks. അതായത് നമ്മുടെ സ്ട്രീറ്റ് നെറ്റ്വർക്കിനകത്ത് നമ്മുടെ അഡ്രസ്സിനെ ജിയോ കോഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. Okay, the locations are actually determined based on the address range stored in each street segment. അതായത് നമ്മളുടെ അഡ്രസ്സിനകത്ത് പല പല ലൈൻസ് ഉണ്ടാകും, ശരിയല്ലേ? നമ്മുടെ ലൈനിനകത്ത് ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് നമ്മളുടെ വീടിൻ്റെ പേരായിരിക്കും. ദെൻ വി ഹാവ് സംതിങ് ലൈക്ക് ഒരു സ്ട്രീറ്റ് അഡ്രസ്സ് ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ഒരു ജില്ലയുടെ പേര് കാണും. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിൻ്റെ പേര്. ഇങ്ങനെയായിരിക്കും നിങ്ങൾ എഴുതുന്നത്. സോ എവറി സെഗ്മെൻറ്റ് ഹാസ് ഗോട്ട് എ റേഞ്ച്, ഒരു റേഞ്ച് ഉണ്ടാവും. അതായത് എക്സാക്ട്ലി ഹൗ ദിസ് പോസ്റ്റ് മാൻ ഫൈൻഡിങ് യുവർ ഹൗസ്. ഒരു പോസ്റ്റ് മാൻ എങ്ങനെയാണോ നിങ്ങളുടെ വീട് കണ്ടുപിടിക്കുന്നത് അതുപോലെ തന്നെയായിരിക്കും. അപ്പോൾ അതിനകത്ത് കേരള എന്ന് പറയുമ്പോൾ കേരളത്തിനൊരു റേഞ്ച് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് കൊല്ലം എന്ന് പറയുമ്പോൾ യു ഹാവ് കൊല്ലത്തിൻ്റെ ഒരു റേഞ്ച് ഉണ്ടാവും. ദെൻ യു കം ടു അനദർ പ്ലേസ്, ഓക്കെ, ലൈക്ക് സേ ആലപ്പുഴ. ആലപ്പുഴ എന്ന് പറയുമ്പോൾ യു ഹാവ് എൻ റേഞ്ച്. ആലപ്പുഴയിൽ തന്നെ ഇരമല്ലിക്കര എന്ന് പറയുമ്പോൾ യു ഹാവ് എ റേഞ്ച്. ദെൻ ഇൻസൈഡ് ദാറ്റ് യു ഹാവ് തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ ഒരു റേഞ്ച് ഉണ്ടാവും. ആൻഡ് ദാറ്റ് ഈസ് ഹൗ യു ജിയോ കോഡ് ഇറ്റ്. ഓക്കെ. However, this geocoding can be affected by the quality of data address. ഓക്കെ, ഡേറ്റ അഡ്രസ്സ് കൊടുക്കുന്ന ഡേറ്റ അഡ്രസ്സ് പലപ്പോഴും ഇൻകൺസിസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ പലരും അഡ്രസ്സ് എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, അവർ പല കാര്യങ്ങളും എഴുതാറില്ല. ഒരു പോസ്റ്റൽ കോഡ് ചിലപ്പോൾ എഴുതാറില്ല, സിപ്പ് എഴുതാറില്ല, അങ്ങനത്തെ ചില പ്രശ്നങ്ങളുണ്ടാവും. ആൻഡ് ദിസ് അഡ്രസ്സസ് മേ ബി റിട്ടൺ ഇൻ ഡിഫറെൻറ്റ് formats, and they can use different abbreviations for their addresses. ഇപ്പോൾ ഉദാഹരണത്തിന് ചിലർ കൊല്ലം എന്ന് എഴുതേണ്ടതിന് പകരം they will only write KLM. And for example, ഇരമല്ലിക്കര എന്ന് എഴുതേണ്ടതിന് പകരം they write ഇരമല്ലിക്കര or ഇരമെല്ലിക്കര. ഇങ്ങനെ എഴുതാൻ സാധ്യതയുണ്ട്. സോ there can be anomalies in this. So this actually make geocoding a difficult task. ഇതാണ് ജിയോ കോഡിങ്ങിൻ്റെ ഒരു ഡിഫിക്കൽട്ടീസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ എന്തുവാണ്? ദർ ക്യാൻ ബി ഇൻകൺസിസ്റ്റ്, ദർ ക്യാൻ ബി സ്പെല്ലിംഗ് ഇൻകറക്ഷൻസ്, ദെൻ ദർ ക്യാൻ ബി ഡിഫറെൻറ്റ് ഫോർമാറ്റ്സ് ഫോർ അഡ്രസ്സിങ്, ദെൻ വാട്ട് ദർ ക്യാൻ ബി അബ്രിവിയേഷൻസ് ദാറ്റ് മേ ബി ലിസ്റ്റഡ് ഡൗൺ. Okay, so these are the problems that we face while geocoding. So once again we will go for data editing. Why we edit? Because we have got lot of anomalies and errors while we encode or decode or input data. So these errors are cleaned using data editing. So data editing is also called as data cleaning. Data editing is done using several methods. The first one is detection and correction of errors.
Second one is reprojection, transformation and generalization. Third one is edge matching and rubber sheeting. And the fourth one is geocoding. So these are the methods that we use to correct the anomalies in data. So we have studied what is detection and correction. We have studied what are the errors that may occur, and what are the how we identify these errors, or what are the reasons, or how we kind of point out the errors. And then what is reprojection, transformation and generalization we have studied. Then we studied about edge matching and rubber sheeting. So this edge matching and rubber sheeting is very important. You can definitely expect a question here. What is edge matching and rubber sheeting? How we do edge matching or how we do rubber sheeting? You have to, when this question is asked, you have to really represent this using a diagram. Okay, the diagrammatic representation is very important. Okay. Then we have studied what is geocoding and what is actually the problems that we face. What is geocoding? It is called address matching. That is, we are kind of matching an address that is given to a location in the map. That is called address matching. What are the uses of address matching? We have studied. We have to locate incidents, locate houses, locate places. All this geocoding is very important. And we have studied what are the problems that we face during geocoding. So thank you for watching.